എന്നാലും 200 കോടിയാണ്. എടാ ഈ 200 കോടി നിന്റെ പോക്കറ്റിൽ വന്ന പൈസ ഒന്നും അല്ലല്ലോ. അങ്ങനൊന്നല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു 5 കൊല്ലത്തെ പ്രയത്നം, 5 കൊല്ലത്തിലെ പ്രയത്നം, അത്രയും വലിയ കാസ്റ്റ് അവരെല്ലാരും ഒന്നിച്ച് കൊണ്ടുവരണം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരൊക്കെ ഒന്നിച്ച് കൊണ്ടുവരുമ്പോ കാണുന്ന വലിയ എളുപ്പമുള്ള കാര്യമൊന്നല്ലേ മനസ്സിലാക്കണം. ആ മൂവി ഉണ്ടാക്കിയിട്ടുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ, അതിന്റെ മോളാണ് ചോദിച്ചത്. പ്രതീക്ഷനെ പറ്റി ഒന്നും പറയണ്ട എന്റെ ഷബിനെ. നീ പിന്നെ അതിന്റെ അകത്ത് ഒരു പാട്ടുണ്ട്, എന്റെ അമ്മ നീ കേട്ടിട്ടുണ്ടാവില്ല ആ പാട്ട്, സിന്ദാഹെ സിന്ദാഹെ. അത് എന്തെന്നാണ് ഒച്ചപ്പാട്, സിന്ദാഹയാണോ സിന്ദാബാദാണോ ഒന്നും മനസ്സിലാവുന്നില്ല. തീർന്നാ പറഞ്ഞതാ. ഞാൻ കൊറേ ഉണ്ട്. ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ മൂവി കണ്ടല്ലേ? മൂവി കണ്ടല്ലേ? ചർച്ചക്ക് വേണ്ടുന്നത്ര ഇല്ല. മൂവി കണ്ടില്ലേ? ഈ മൂവി കണ്ട് ആ ഇതും കണ്ട്, മൂവിയിലെ ഫൈറ്റ് സീനും കണ്ട്. ആ ഫൈറ്റ് സീൻ അപ്പുറത്ത് ഞാൻ നിങ്ങള് പറയുമ്പോ ഞാൻ കേട്ടു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ആ ഫൈറ്റ് സീനിൽ അവര് അപ്പുറത്തും ഇപ്പുറത്തുള്ള വരുത്തുണ്ടിനാ. ആ വരുത്തിന് സിന്ദാഹെ സിന്ദാഹെ എന്നുള്ളതിലാണ് വേറെ എന്ത് ആ കേട്ടപ്പോണ്ടല്ലോ, അത് രോമാഞ്ച് ഉണ്ടാക്കുന്ന ഒരു സീൻ എടുത്തത്. അതൊന്നും പറഞ്ഞ കാര്യം. അവരാ വരുത്തിനെ കാട്ടി അടിപൊളിയായിരുന്നു നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് പോയ പോക്ക്. അത് ഞാൻ മാത്രല്ല, എല്ലാരും ആ തിയേറ്ററിലില്ല. എന്റെ തിയേറ്ററിൽ എല്ലാരും ഇറങ്ങിപ്പോയിന്. കഴിഞ്ഞിട്ട് അല്ലാണ്ട് നീ പറഞ്ഞ പോലെ പകുതിക്കുന്നല്ല. അത് പൈസ കൊടുത്ത് പോയില്ലേ, പൈസ കൊടുത്ത് പോയില്ലേ, കണ്ടല്ലേ മറ്റു കടയിരുന്നിട്ട്. ചെറിയ ആൾക്കാരത്തുണ്ട് പറഞ്ഞാലൊന്നും ഒരു ഗുണമില്ലാത്ത നിന്റെ അടുത്ത് ആരും. ആ കാര്യം പറയട്ടെ, നിന്റെ പോലത്തെ ആൾക്കാരാ നീ പൊട്ട സിനിമയിൽ ഇട്ട. നീ ഇപ്പോ നേരെ പോയിട്ട് അവിടെ വലത്തോട്ട് ഇരുന്ന MNS എത്തി. അത് മതി, ഞാൻ ഒഴിച്ചോളൂ. എനിക്കറിയാം ലെഫ്റ്റ് അധികം ഡിസ്കസിന് കാര്യമില്ല. കാരണം നിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ അതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞ കാര്യം ഈ സിനിമയെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യേ ഇല്ല. കാരണം ഇങ്ങനത്തെ മൂരാഴ്ചത്തെ പറഞ്ഞ കാര്യമില്ല. ആയിക്കോട്ടെ. ഈ വെറുതെ ഇങ്ങനെ നിന്ന പോലത്തെ എല്ലാം ഫാൻസ് ഇതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മാറിപ്പോണ്ട. അവിടുന്ന് തിരിഞ്ഞ എനിക്കറിയാം, ഞാൻ ഓടിച്ചോളാം. ആയിക്കോട്ടെ, ഓടിച്ചോ. ഈ അങ്ങനെ പാട്ടൊന്നും കേട്ടിട്ടിരുന്നു നോക്കട്ടെ. എങ്ങനെയാണെങ്കിൽ ആഹാ, അല്ല മോനെ ഇതെന്ത് പാട്ട്? ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ട് പോ നോക്കിയതാണ്. നിനക്ക് കാർ ഓടിക്കുമ്പോ കേൾക്കാം. ഇനി ഒരിക്കലും ഞാൻ ഈ പാട്ട് കേൾക്കും. നമ്മള് ലാലേട്ടനും പൃഥ്വിരാജും അതില്ലേ ഇതൊരു പാട്ടാക്കിയപ്പോ ഒരു പ്രശ്നമായിപ്പോയി. എനിക്ക് ഇതില് സിദ്ധാപാത വിളിക്കാം, അതിനൊരു പ്രശ്നമില്ല. ഇനി ഞാൻ ഈ പാട്ട് കേൾക്കൂല. ഇത് എന്തോ മിസ്റ്റേക്ക് വന്നു പോയതാണ്, ഞാൻ വിളിച്ചൊന്നല്ല. അതെ. ആരെ കാറ്? കാറല്ല, നിന്റെ കാറ്. ഞാനിത് നേരത്തെ കറിയില്ലല്ലോ, നീയല്ലേ ഓടിച്ചു കൂട്ടാൻ വന്നത്. അപ്പൊ ഇതിലുണ്ടായ പാട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനെപ്പറ്റി കേൾക്കാനില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. ആൾക്കാർ പ്രശംസിച്ച് പറയുന്നത് കേട്ടോണ്ടിരിക്കണേ. കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ പാട്ട് വേണമെങ്കിൽ മാറ്റി തരാം. ഈ പാട്ട് വേണം, ഈ പാട്ട് നമുക്ക് വേണ്ട, വേറെ ഏതെങ്കിലും പാട്ട് മതി. തെറ്റില്ല. ഇനി യൂട്ടേൺ തെറ്റുക. ഞാൻ അപ്പഴേ അടുത്ത് പറഞ്ഞ് തെറ്റു. വണ്ടി ഞാൻ ഓടിച്ചോളാം, നീ എന്നാ ഡിസ്ട്രാക്ട് ചെയ്യല്ല. അതിന്റെ അടുത്ത് വേറൊരു കോമഡി ഉണ്ട്. അതിന്റെ വില്ലന്റെ പേര് ബജ്രംഗ് സിംഗ് എന്ന് മാറ്റിട്ട് ബൽദേവ് സിംഗ് ആക്കി. വലിയ കോമഡിയാണ്. ഞാൻ ഈ മൂവി അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു കൊലീഗ്, അവന്റെ പേര് ബൽദേവ് സിംഗ്, ഓൻ പോയിട്ട് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓൻ പോകുന്ന തലേന്നാണ് ഈ പേര് മാറ്റിയത്. അതൊന്നും നീ പേടിക്കണ്ട. 24 കട്ടുണ്ട് ഒരു സിനിമയില്. 24 കട്ട് കഴിയുമ്പില്ലേ വില്ലനില്ലേ ഒരു പാവായിരിക്കും, ഒരു കുഞ്ഞിനെ പോലെ പോലെ ബേജാറാവേ ഇല്ല. ഡോണ്ട് വറി. ഏറ്റവും വലിയ ശശിയത് എന്റെ നാട്ടിലെ ഫ്രണ്ടാണ്. ഓനാണെങ്കിൽ മോഹൻലാൽ കട്ട ഫാന്. നമ്മളെ റിയൽ ലൈഫില് ASM പാർട്ടിയാണ് ഭാവി. ഇവൻ പോയിട്ട് ഈ ഫിലിം കണ്ട്, ഈ ഫിലിം കണ്ട് അവസാനം ഞങ്ങൾക്ക് അറിയാതെ എന്ത് സംഭവിക്കാന്നുള്ളത് എല്ലാം കൂടി അത്ഭുതമായിട്ട് അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. പക്ഷെ ആ പോസ്റ്റ് വായിച്ചാല് സങ്കടം. അയ്യോ പാവം. എടാ വേറൊരു കാര്യമുണ്ട്, ആ ടോവിനോട് ക്യാരക്ടറില്ലേ മോഹനെങ്ങനെ മാറി എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അടുത്തൊരു കാര്യം, എടാ ഈ മോഹൻലാലിനെ കൊണ്ട് ഇവരെന്തിനും മാപ്പ് അറിയിച്ച് അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു സിനിമയല്ലോ, ഒരു കാസ്പിരിറ്റിൽ എടുത്തൂടെ? അല്ലേ?
പക്ഷെ ഇത് ആ മേ രവിയുടെ പരിപാടിയല്ലേ? മേയല്ല, ഏ. യാ അല്ല, ജ ച. ആ ബജ്രംഗീന്റെ ച. ഓക്കെ. എന്നാലും ഒരു എന്നാലും ഇല്ല. ഇതിനൊരു ക്ലാരിറ്റി ഇല്ലപ്പാ. നമുക്ക് ഇതിന് ക്ലാരിറ്റി വേണ്ടേ? നീ കാണിച്ചി ഒന്ന് വിജയനെ വിളി. വിജോനെയാ ആ. ഓനെയാ വിളിക്ക്. ആളാണ് വിളിക്കാൻ വേണ്ടിട്ട്. വിളിക്ക്, നമുക്ക് നോക്കാം. വേണ്ട പതിനെട്ട് ആകുമ്പോ നമുക്ക് ഇതിപ്പോ നമുക്ക് രണ്ടാമത് സംസാരിച്ച് എവിടെ എത്തുന്നില്ലല്ലോ. എവിടെ എത്തുന്നില്ല. എന്നാ വിജോ ഫോൺ, ആണോ? ഫോൺ, മക്കളെ വരുന്നു. ഞാൻ വിളിക്കാം. എന്നാ പറയാ നിന്റെ തീരുമാനം. നീ വിളിക്കുക. എടാ വിജോ എന്തല്ല നീടിയില്ലേ? ഞാനിവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. എടാ നമ്മുടെ സ്ഥിരം സ്പോട്ടില്ലേ അവിടെ നമ്മുടെ സ്ഥലം സ്പോട്ടിലല്ലേ? അവിടെ തന്നെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ വിജോ അതില്ലേ ഇവിടെ ചെറിയൊരു പ്രശ്നം. നിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ഉണ്ടായാലേ ശരിയാവുള്ളൂ. അതില്ലേ നമ്മളിപ്പോ അവിടെ വരാം, ഏടിയും പോയില്ല, ഇപ്പം വരുന്നട്ടാ. എന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് എന്റെ അടുത്ത് തന്നെ വേണം. അല്ലേ? എടാ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമ പോയി എന്റെ കൂടെ. ഏതാണ് നമ്മളെ ഇനിമുക്കത്തിന്റെ മാർക്ക്. ആ സിനിമയാണെങ്കിൽ നിനക്കറിയാലോ, അടിയും പിടിയും കുത്തും കടിയും വേറൊന്നില്ലല്ലോ. ഇല്ല നമ്മളെല്ലാരും അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എടാ ഇവനെന്താ ചിരിക്കുന്ന അടിയിരുന്നിട്ട് അനക്കെന്തോ മതിയായിപ്പോയി. എല്ലാരും ഇവിടെ നോക്കുന്നു, ഇവനൊരു ബോധമില്ല. നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം, വേറെ ഒന്നിനല്ല. ഒന്ന് അഞ്ചിട്ട് പറ്റ ആളാന്ന് കാല് വെട്ടങ്ങോട്ട് അങ്ങോട്ട് പിടിച്ച് വലിക്കണം അങ്ങോട്ട്. അത് തന്നെ അത് തന്നെ അത് തന്നെ അങ്ങനെയാണ്. അവനെ വിജോ നിങ്ങളെത്തിയോ? എടാ പിള്ളേരെ കളിക്കുന്നത് കാണാം. കേട്ടോ ഒന്നര കളിക്കുന്നത്. നേരത്തെ രണ്ടുപേരണം ഇടിച്ച ഓരോരുത്തന്മാരെ കൊണ്ട് ആശുപത്രിയിലാക്കിയതേ ഉള്ളൂ. സില്ലി ബോയ്സ് എന്താ ചെയ്യാ? എടാ എന്താ വന്നേ? അല്ലേ എമ്പുരാൻ സോറി എന്തായിരുന്നു നീ പറഞ്ഞു? ലാലേട്ടനെ പടേ ഇവരെ പൊളി പടയല്ലേ? എന്താ ഒരു ഇൻട്രോ സ്കോർ ചെയ്യൊക്കെയാണെങ്കിൽ പറയേ വേണ്ട. ചേട്ടാ മോനെ ഒന്നും പറയില്ല. അല്ല പോകാനത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ? പിന്നല്ലാതെ ഇഷ്ടപ്പെട്ടോന്നോ? ലാലേട്ടന്റെ മുൻപിനെ അടിയുണ്ടല്ലോ, അത് രോമാഞ്ചം നോക്കി അങ്ങോട്ട്. രോമാഞ്ചം രോമാഞ്ചം. പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ, പിന്നെ അതിന്റെ അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, രണ്ടട 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 രണ്ടട. പിന്നെ അതിന്റെ അത് ലാലേട്ടന്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവനെ എങ്ങനെയാന്നറിയാ? പിന്നെ റൊമാൻസ്. ഇതെന്താണത്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടോ? അല്ലാന്ന് പറയാൻ മാഷക്ക് ഇതിനു മുന്നേ ഭഗവതിനെ കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ. അത് തന്നെ അത് തന്നെ. അയ്യോ എന്റെ കളി. തമ്പുരാ ആരാ തമ്പുരാ? അല്ലപ്പാ ഇതേതാ ഈ 6-ാം തമ്പുരാനിലൊരു ഹെലികോപ്റ്റർ? അതല്ല ചങ്ങായി, ഈ ലാലേട്ടൻ കൈയെല്ലാം കറക്കിയിട്ട് ഒരു ഡയലോഗ് പറയുന്നില്ലേ? എന്താണിപ്പത്? ഈ കൈവിട്ട ആയുധവും വായു വിട്ട വാക്കും എന്നെല്ലാം പറഞ്ഞിട്ട്. അതന്നെ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ടോ? എന്റെ കുജു 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 കുജു. എന്നാലും എന്റെ ബൽദേവ് സിംഗിന് വിഷമം ഓർക്കുമ്പോ അന്ന് നീ പേടിക്കണ്ട. പക്ഷെ കുറച്ച് നേരം
ആക്ഷൻ പറയാം പറഞ്ഞില്ലേ ആ ആക്ഷൻ എവിടെ തൊട്ട് തുടങ്ങുന്നത്? വാ കളി കാണാൻ പോലെ വാ കളി കാണാം അത് വേണ്ട. അത് കഴിഞ്ഞു അത് കിട്ടി എനിക്ക് വാ കളി കാണാൻ പോലെ അല്ല അപ്പൊ ഞാൻ സോറി അതെ സോറി. ആക്ഷൻ പിന്നല്ലാതെ ഇഷ്ടപ്പെട്ടോന്നോ മോൻ? സോറി. ആക്ഷൻ ഒന്നര ആക്ഷൻ ലാലേട്ടൻ പടല്ലേ? എടാ അതല്ല എടാ നമ്മളെ ലാലേട്ടന്റെ പടേ ലാലേട്ടൻ പടേ. ഞാൻ മറ്റേ സാധനം പിന്നെ മറ്റേ ആ സാധനം ഉണ്ടല്ലോ, പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ. അയ്യോ എടാ ഒരു മിനിറ്റ് ഒന്നോടെ നീ അയ്യോ കളി എന്തായി? പിന്നെ റൊമാൻസ്. ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട